രാവിലെ കണ്ണ് തുറന്ന ഉടൻ ആദ്യത്തെ 5 മിനിറ്റുള്ളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ്? ലോകത്തിലെ 80% ആളുകളെയും പോലെ നിങ്ങളുടെ കൈകൾ നേരെ പോകുന്ന മൊബൈൽ ഫോണിലേക്കാണോ? അലാറം ഓഫ് ചെയ്ത് നേരെ ഇൻസ്റ്റാഗ്രാം റീലിലേക്കും വാട്സ്ആപ്പ് മെസ്സേജിലേക്കും നിങ്ങളുടെ വിരലുകൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങാറുണ്ടോ? കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ കാര്യമായി തോന്നാം. എന്നാൽ ന്യൂറോ സയൻസ് പറയുന്നതനുസരിച്ച് രാവിലെ ചെയ്യുന്ന ഈ ഒരൊറ്റ ശീലം നിങ്ങളുടെ ആ ദിവസത്തെ മുഴുവൻ കടന്ന മാനസിക സമ്മർദ്ദത്തിലേക്കും പരാജയത്തിലേക്കും തള്ളിവിടുന്ന ഒരു വലിയ കെണിയാണ്. എന്താണ് ഈ മോർണിംഗ് ഡോപ്പമിൻ ട്രാപ്പിന് പിന്നിൽ ഞെട്ടിക്കുന്ന ശാസ്ത്ര സത്യം? ഒരൊറ്റ മിനിറ്റിൽ ഇതാ നമുക്കിത് ലോജിക്കായി ചിന്തിക്കാം. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോർ ഡെൽറ്റ അല്ലെങ്കിൽ തീറ്റ തരംഗങ്ങളായാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ നമ്മൾ ഉണരുമ്പോൾ തലച്ചോർ സാവധാനം ഈ തീറ്റ എന്ന അവസ്ഥയിൽ നിന്നും ആൽഫ എന്ന ശാന്തതയും അതീവ സ്വർഗാത്മകമായ അവസ്ഥയിലേക്ക് മാറണം. അതിനുശേഷമേ പൂർണ്ണമായി ഉണർന്ന ബീറ്റ അവസ്ഥയിലേക്ക് എത്താവൂ. എന്നാൽ കണ്ണ് തുറന്ന ഉടൻ ഫോണിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്ന ഇതാണ്. ഒന്ന്, ബ്രെയിൻ വേവ് ബൈപാസ്. മൊബൈൽ സ്ക്രീനിലെ വെളിച്ചവും വിവരങ്ങളുടെ അതിപ്രസരവും നമ്മുടെ തലച്ചോറിനെ ആൽഫ എന്ന ശാന്തമായ അവസ്ഥ നൽകുന്നതിന് മുമ്പ് തന്നെ ബലമായി പിടിച്ച് കറുത്ത ബീറ്റ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇത് രാവിലെ തന്നെ അനാവശ്യമായ ആൻസൈറ്റിയും സ്ട്രെസ്സും ഉണ്ടാക്കും. 2, ഡോപ്പമിൻ തകരാറുകൾ. ഓരോ റീല് കാണുമ്പോഴും മെസ്സേജ് നോക്കുമ്പോഴും തലച്ചോറിൽ ഡോപ്പമിൻ എന്ന കെമിക്കൽ വലിയ തോതിൽ ഉത്പാദിക്കപ്പെടും. ഒരു പണിയെടുക്കാതെ രാവിലെ 7 മണി തന്നെ തലച്ചോറിൽ വലിയ സന്തോഷം കിട്ടിക്കഴിയുമ്പോൾ അതിനൊരു കുഴപ്പമുണ്ട്. 3, മടി കൂടുന്നു. രാവിലെ തന്നെ കഠിനാധ്വാനം ഇല്ലാതെ വലിയ അളവിൽ ഡോപ്പമിൻ കിട്ടുന്നതുകൊണ്ട് പിന്നീട് നമ്മൾ ചെയ്യുന്ന പഠനമോ ജോലിയോ വ്യായാമമോ ഒക്കെ തലച്ചോറിന് കടുത്ത വിരസമായി തോന്നും. കാരണം അവയ്ക്കൊന്നും പെട്ടെന്ന് ഡോപ്പമിൻ തരാൻ കഴിയില്ല. ചുരുക്കത്തിൽ ദിവസം തുടങ്ങും മുമ്പ് തന്നെ നിങ്ങളുടെ ഏകാഗ്രത നിങ്ങൾ ഫോണിന് പണയം വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് നാളെ മുതൽ ഉടലമായ കാര്യം ചെയ്യുക. രാവിലത്തെ ആദ്യത്തെ 30 മിനിറ്റ് ഫോൺ തുടരുത്. പ്രകൃതിദത്തമായ വെളിച്ചം കാണുക, ശ്വാസം എടുക്കുക, തലച്ചോറിനെ സ്വാഭാവികമായി ഉണരാൻ അനുവദിക്കുക. ഒരു ചെറിയ പ്ലാസ്റ്റിക് സ്ക്രീൻ നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ഡിജിറ്റൽ അൽഗോരിതങ്ങൾ എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയെ കവർന്നെടുക്കാൻ ശ്രമിക്കും. എന്നാൽ നിങ്ങളുടെ പ്രഭാതം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ ചിന്തിക്കൂ, മാതൃകയായി ജീവിക്കൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.